ഇനി അവിടുന്ന് ഞാൻ ഇൻഡോറിൽ നിന്ന് ഉജ്ജയിനിലേക്ക് യാത്ര ചെയ്തു. ഉജ്ജയിൻ എന്ന് പറഞ്ഞാൽ അവിടെ 65-70 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഞാൻ റോഡ് മാർഗ്ഗമാണ് പോയത്. അപ്പോൾ പോയപ്പോൾ ഞാൻ അഗ്രികൾച്ചർ പഠിച്ചത് കൊണ്ട് അവിടുത്തെ എന്തൊക്കെയാണ് കൃഷി, രണ്ട് സൈഡ് നല്ല ഗ്രീനാണ്, നല്ല രീതിയിൽ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ നല്ല കൃഷിഭൂമിയുണ്ട്. അവിടെയൊക്കെ നെല്ലോ ഗോതമ്പായിരിക്കും ഇപ്പം ഈ സമയത്ത് അത് വളരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഗ്രീനായിട്ട് നല്ല കൃഷിഭൂമികൾ ഫുള്ളി ഡെവലപ്ഡായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും ഉജ്ജയിൻ വരെ. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വികസിച്ച കാർഷിക മേഖലയിൽ വളരെയധികം വികസിച്ച ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് എനിക്ക് മനസ്സിലായി. കേരളത്തിൽ നമ്മൾ എവിടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാലും ഇതേപോലെ നല്ല ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള വളരെ ഗ്രീനായിട്ടുള്ള, നമുക്ക് നാച്ചുറലായിട്ട് ഇവിടെ ഗ്രീൻ ഉണ്ട്, പക്ഷേ അതല്ല, ഒരു കൃഷി ചെയ്തിട്ട് അതേപോലെ ഗ്രീനായിട്ട് ഫ്ലറിഷിംഗ് ആയിട്ട് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആകാതെ അങ്ങനെ കിടക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന കെയർ ചെയ്യുന്ന കൃഷി സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ പലപ്പോഴും കാണാൻ കഴിയണമെന്നില്ല. പക്ഷേ മധ്യപ്രദേശിൽ അതുണ്ട്.